ഞാൻ ഈ ഉണ്ടാക്കുന്ന പൂരി അടുത്ത ദിവസം വരെ ഈ മയത്തിൽ തന്നെ ഇരിക്കും, വരണ്ടു പോകുക ഒന്നുമില്ല. ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യൂ. നല്ല മയം കണ്ട, എന്ത് സോഫ്റ്റാണെന്നറിയാം. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും വറ്റിച്ച് ചെറിയ തീ കൊണ്ടുപോകും. അപ്പോൾ എന്താണ്, ഇതാണ് 3 സവാളയുടെ ഗ്രേവിയാണ്. നമുക്ക് ഗ്രേവി വേണമല്ലോ. അപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രം അപ്പോഴും തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ജോലി സ്പീഡപ്പും ആയിരിക്കും. ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി, ചപ്പാത്തി അതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ പോയിട്ട് ഒരു മുട്ട റോസ്റ്റുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ? വന്നോളൂ. ഇത് മൈദ, ഇത് ഗോതമ്പ് മാവ്. ഇതിൽ നിന്ന് നമ്മൾ മൈദ ഒരു തവി എടുക്കുന്നു, ഇതുപോലൊരു തവി. ഇതുപോലെ ഗോതമ്പ് മാവ് 2 തവി. അപ്പോൾ 2 തവി ഗോതമ്പ് മാവിന് 1 തവി മൈദ എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ സോഫ്റ്റായിട്ടുള്ള പൂരി തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന്. ഈ ഉപ്പ് ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയുന്നത് കുറച്ച് കയ്യിലിങ്ങനെ എടുത്ത് ഒന്ന് നോക്കുക. കറക്റ്റ് അതായിരിക്കും നമ്മുടെ ഒരു കണക്ക്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക. ആദ്യമേ എടുത്ത് ഒരുപാട് ഒഴിക്കാൻ പാടില്ല. മാവ് കുഴയ്ക്കുന്നതിലാണ് ചപ്പാത്തി ആയാലും പൂരിയുടെയൊക്കെ മാർദ്ദം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. എല്ലാവരുടെയും ധാരണ മാവ് ഇങ്ങനെ കൂട്ടിക്കുഴഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എല്ലാം ആയി എന്ന് പറഞ്ഞ് ചിലർ ഇതുപോലെ മടക്കി വെക്കുന്ന കാണാം, എല്ലാം കൂട്ടി വെക്കുന്ന കാണാം. പക്ഷെ ഒരിക്കലും ഇതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചപ്പാത്തിയോ പൂരിയോ കിട്ടത്തില്ല. ഇങ്ങനെയല്ല ശരിക്കും. ഇനിയാണ് ഇതിനെ മയപ്പെടുത്തേണ്ടത്. ഇനി ഇതുപോലെ ഒരു സ്പേസ് എടുക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണിത്. എന്നിട്ട് നമ്മൾ ഇത് 2 കൈയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇതൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ വരുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കുഴയ്ക്കുന്ന പോലെ ഇരിക്കും. നല്ല നീട്ടി ഇതുപോലെ വെക്കണം. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്ക് നമ്മളൊന്ന് ശകലം കൈ ഒന്ന് നനച്ച് ചെയ്യുക. പക്ഷേ വെള്ളം ഇതിനകത്ത് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇത് ആവശ്യം പോലെ ഉണ്ട്. എന്താ, ഈ ഒരു മാവിനെ ഒരു 3 മിനിറ്റോളം ഇതിനകത്ത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഉരുട്ടി അടിച്ചുമൊക്കെ എടുക്കുക. അപ്പോൾ അവർ നല്ല മയമാവും. പിന്നെ അതുപോലെ മൈദമാവ് നിങ്ങൾ കൂടാതെ നോക്കിക്കോണം, എങ്കിൽ കട്ടിയായി പോകും. ഇതിനെ നമ്മൾ ചുടാൻ സമയമാകുമ്പോഴത്തേക്ക് എടുത്താൽ മാത്രം മതി. ഒരു പാത്രത്തിൽ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും അതിൻ്റെ മണ്ടേ. ഇത് കണ്ട, ഇപ്പം കണ്ട, ഇങ്ങനെ വരണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അടച്ചങ്ങ് വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പൂരിക്ക് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ സംഖ്യയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിനകത്ത് വേണ്ടുന്നത് 3 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഗ്രേവി കൂടുതൽ വേണം. 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, ഇത്രയാണ് ഞാൻ വഴറ്റാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറക്കാം. ഇതുപോലത്തെ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക. അത് കരിഞ്ഞു പോകാൻ നോക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആദ്യം ഇടുക. ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ട. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇടുക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്നിച്ച് തന്നെ വഴലണം. പിന്നെ എപ്പോഴും ഒരു ചുവട് കട്ടിയുള്ളതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചട്ടി വാങ്ങിച്ച് വയ്ക്കുക. ചട്ടിയുടെ സൗന്ദര്യം ഒന്നും നോക്കണ്ട, അതിനകത്തുള്ള സാധനത്തിൻ്റെ രുചി മാത്രം നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇവരെ അങ്ങോട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഉള്ളിയിലേക്ക് ഇനി മസാലക്കൂട്ടുകളെല്ലാം ഇടാൻ പോകുന്നത്. ഇത്രയും വഴലണം. അപ്പം നമുക്ക് ഫസ്റ്റ് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഇത്രയും മതി. എല്ലാം പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം നമുക്ക്. അടുത്തത് കുരുമുളക് പൊടി. ഒരുപാടൊന്നുമല്ല, എല്ലാം കുറേശ്ശെയാണ് ഇടുന്നത്. ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണേ, അതും കുറച്ച്. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി,
ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഇതിനകത്തിട്ട് ചൂടാക്കി എടുക്കാം. എല്ലാ ആ സമയം തീ വളരെ ചെറുതായിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ കുറച്ച് തീ കൊടുക്കുന്ന പറയുന്നത് എന്തിനാണ്? ഇത് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടാനും നമ്മുടെ മറ്റ് പല ജോലികൾ നമുക്ക് ചെയ്യാനുള്ളൊരവസരം കൂടി ഇതിൽ കിട്ടും. ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. ഈ സമയം നോക്കിക്കോ, നമുക്ക് ഇതിനകത്ത് ഉപ്പ് നോക്കാം ഓക്കെ ആണോ എന്നുള്ളത്. പോരാ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാം. ഇതാണ് നമുക്ക് മുട്ടയിലൊക്കെ പിടിക്കേണ്ടത്. ഈ ഉപ്പാണ്. മുട്ട വെച്ച് ഇടുകയാണ്. ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ തീ കുറച്ച് കൊടുക്കുന്നത്. ഇത് വളരെ ചെറിയ തീയിൽ അവിടെ ഇരുന്ന് ശരിയാകും. അതിന് ശേഷം പിന്നെ കാണാം നമുക്ക്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്തെല്ലാം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ നേരെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും മതി. ഇതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെക്കണം. റോസ്റ്റാണല്ലോ ഇത് നമ്മൾ ചെയ്യുന്നത്. നല്ല കളറൊക്കെ ഉണ്ടാവും. റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കളർ വരും. പിന്നെ സെമി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെടുത്തോ. അതല്ല റോസ്റ്റ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ കഴിയണം, നല്ല വറ്റണം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് കുറുകട്ടെ കേട്ടോ. അപ്പം നേരം ആ സമയത്ത് നമുക്ക് പൂരി റെഡിയാക്കാൻ പോകാം. പൂരി ഉണ്ടാക്കുന്ന വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എല്ലാ സംഭവങ്ങളും അടുപ്പിച്ച് വെക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് നിൽക്കാവൂ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനെ ഞാനൊരു ചെറിയ തീയിലേക്ക് ഇടുകയാണ്. എന്തിനെന്നറിയോ? നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരെ എണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി. എന്നിട്ട് ഇതിനെ ഇതുപോലത്തെ ബോൾ എടുക്കുക. ഇത് നന്നായിട്ട് പരത്തുക. ഇതുപോലെ മാവിൽ മുക്കി ഇതുപോലെ പരത്തി ഒന്ന് വെക്കുക. ഒരു 5 എണ്ണം നമ്മൾ ആദ്യം ഇതുപോലെ ചെയ്യുക. നല്ല റൗണ്ട് ആയിരിക്കണം കേട്ടോ. ഷേപ്പ്ലെസ് ആയിക്കഴിഞ്ഞാൽ പൂരിയുടെ ആ ഷേപ്പും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ലോണം പരത്തിയെടുക്കും, നല്ല ഉരുട്ടിയെടുക്കും കേട്ടോ. ഞാൻ നല്ലോണം ഉരുട്ടിയെടുക്കും. ഇങ്ങനെ എടുക്കുക. ഇതുണ്ട്. പിന്നെ നമ്മുടെ ഈ പൂരിയിൽ ഞാനിങ്ങനെ കുഴയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഈ കുഴയ്ക്കുന്ന നമുക്ക് 5 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് പൂരിയാക്കിയെടുത്താൽ നല്ല മയമായിരിക്കും. അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മയമായി പോകും. അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും നിങ്ങൾ വെച്ചേക്കേണ്ട കാര്യമില്ല. കുഴയ്ക്കുന്നതിലിരിക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കാര്യം. ചപ്പാത്തി ഇതേ രീതിയിലാണ്, കുഴയ്ക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒന്ന് ഉരുട്ടി പരട്ടി വെക്കുമ്പോഴത്തേക്ക് അത് ചപ്പാത്തി ആവില്ല, കട്ടിയായി പോകും. ഇത് സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ വറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചപ്പാത്തി ചുടുമ്പോഴും മനസ്സിലാവും, നല്ല പൊങ്ങി വരും. ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഉപ്പും വെള്ളവും ഇതേ ഉള്ളൂ. വേറെ ചിലർ പറയും എണ്ണമയം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു 5 എണ്ണം എടുത്ത്, ഈ 5 എണ്ണമായിരിക്കും ഞാൻ പെട്ടെന്ന് വറുത്ത് എടുക്കും. അതുപോലെ ഈ പരത്തി വെച്ചതിന് ശേഷം നമ്മളുണ്ടല്ലോ, നിങ്ങൾ വെച്ച് താമസിക്കരുത്. അതിനും ഒരു ടൈം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൂരി പൊങ്ങത്തില്ല. മനസ്സിലായി? ഇതൊക്കെ ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയല്ല, നമ്മൾ നേരത്തെ ഒന്നും പഠിച്ചിട്ട് വരുന്ന ഒന്നുമല്ല. ഓരോന്നും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അല്ല ഒരു തവണ ചെയ്തെന്ന് വെച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പൂരി എന്നല്ല, എല്ലാ കാര്യവും. ഞാൻ ഇനി മുതലുള്ള എൻ്റെ പാചകങ്ങൾ ഡീറ്റെയിലായിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. കാര്യം വെച്ചാൽ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ മോളെപ്പോലെ തന്നെ പല കുട്ടികളും കാണും പാചകം അറിയാത്തവർ. ഒന്നീ അവർക്ക് ടൈം കാണത്തില്ല. മിക്കപ്പോഴും മോൾക്ക് സമയമില്ല, അവൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയമില്ല. പക്ഷേ എന്നാലും നമ്മളൊരു പാചകം അറിഞ്ഞിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5 കറിയെങ്കിലും അല്ലെങ്കിൽ 2 കറിയെങ്കിലും വെക്കാനെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, പാചകം അറിഞ്ഞാൽ നമ്മളെ ആരും തോൽപ്പിക്കാനില്ല. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാനത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ശരിയാണ്, നമ്മളെ പാചകം അറിയാവുന്നതിന് നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആരുടെ മുന്നിൽ നമ്മൾ കീഴടങ്ങില്ല. അപ്പോൾ ഇനി ഞാൻ മുതൽ ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിലായിട്ട് ഇത് തന്നെ ചെയ്യും. കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് മാത്രമല്ല, പല സ്ത്രീകൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ അറിയത്തില്ല. അവർ സുമാറ്റോ പോലുള്ള സംഭവങ്ങൾ വിളിച്ചു പറയും, വന്ന് പാത്രങ്ങളെടുക്കും, എടുത്ത് കഴിക്കും, കൈ കഴുകും. ഇതായിരിക്കും അവരെ. പക്ഷെ അതല്ല, നമ്മളെപ്പോഴും പാചകം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതൊരു കലയാണ് സത്യത്തിൽ. ഈ കല അറിയില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അപ്പോഴേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥകൾ പറയാണ്. അപ്പോഴും നമ്മൾ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കൂട്ടിക്കൊടുക്കുകയാണ്. തീ ഒന്ന് കൂട്ടിക്കൊടുക്കും.
എണ്ണ നല്ല മൂത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ പൂരിക്കുള്ളത് പറക്കിടാവൂ. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് പൂരി കഴിച്ചു കേട്ടോ. ഞാൻ കിംസിൽ പോയപ്പോഴത്തേക്ക് ആ ഹോട്ടലിൽ കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവരുടെ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴത്തേക്ക് എണ്ണ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു പൂരി തന്നു. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് പറയാം, അവർ ഓഫ് ചെയ്തിട്ട് ആ ഉള്ള എണ്ണയിൽ ആ ഉള്ള തീയിൽ അവരിട്ടെടുത്തത് കൊണ്ട് ആ എണ്ണ കംപ്ലീറ്റ് പിടിച്ചു. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാനുണ്ടാക്കുന്ന പൂരി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഞാൻ ഈ ഉണ്ടാക്കുന്ന പൂരി അടുത്ത ദിവസം വരെ ഈ മയത്തിൽ തന്നെ ഇരിക്കും, വരണ്ടു പോകുക ഒന്നുമില്ല. ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യൂ. അപ്പോൾ പല സ്ത്രീകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാചകം എനിക്കിഷ്ടമല്ല എന്നുള്ളത്. വളരെ അഭിമാനത്തോടാണ് വന്ന് വരുന്ന പറയുന്നുണ്ട്. അത് നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും, ആൾക്കാർ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 5 എണ്ണ നല്ല ഇതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുക. അത് അടുത്ത ബോൾ ഉരുട്ടി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഉടൻ തന്നെ നമ്മൾ അടുത്തടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കായാലും ശരി സ്പീഡൊന്നും കാണത്തില്ല, അവർ പതുക്കെ ചെയ്താൽ മതി. ഒരെണ്ണയെ ചെയ്തുള്ളെങ്കിലും സാരമില്ല. ഇപ്പോഴത്തെ ചെറുക്കന്മാരെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരെ പോലെ ഒന്നുമില്ല, അവരൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് അല്ലേ? ആണ് കുറേ ഇപ്പോഴത്തെ ആൺപിള്ളേരൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന പിള്ളേരാണ്, ക്ഷമയോടുകൂടി അവരും ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് നല്ലതൊരു സഹായമായിരിക്കും. ഞാനൊക്കെ ഭയങ്കര സ്പീഡാണ് കേട്ടോ. എനിക്ക് 1 മണിക്കൂർ മതി, എനിക്ക് എത്ര കറികൾ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി അടുക്കള ഒഴിഞ്ഞ് ക്ലീൻ ആക്കി മാറ്റി കൊടുക്കും. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കാം. പിന്നെ ഇങ്ങനത്തെ തറയിൽ, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലത്തെ തറയിൽ ഇത് എടുത്ത് വെക്കരുത്. കാരണം വെച്ചാൽ ആ തറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരിയുടെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇടാൻ പോവാണേ. ഈ സമയം തന്നെ നമ്മളിതാ ഈ എണ്ണയിലൊന്ന് ഇങ്ങനെ ആക്കിക്കോണേ. ടക്കനെ തിരിച്ചു കൊടുക്കുക. ഇതാ ഉണ്ടോ, നമ്മളെ കുഴച്ചതിൻ്റെയും എണ്ണ ചൂടായതിൻ്റെയും ഒക്കെയാണ്. ഓക്കെ, ഇതിൽ എണ്ണ അധികം നിൽക്കില്ല, വാർന്നു പോരും. എന്നിട്ട് നമ്മൾ പൂരി എങ്ങനെ വെക്കണമെന്നറിയാം, ചരിച്ച് വേണം. ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് ചരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള എണ്ണ അതിലിങ്ങ് വാർന്ന് കിടന്നു. അത്ര വാർച്ചയെന്നൊന്നും പറയാനൊന്നുമില്ല, ഒന്നും കാണാനൊന്നുമില്ല. ഇതാ ഇപ്പം തന്നെ എല്ലാം പോയിരിക്കുകയാണ് കണ്ട. നേരത്തെ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ റെഡിയാക്കി വെക്കുക. ഇങ്ങനെ വേണം ചരിച്ച് വെക്കാനായിട്ട്. ഉള്ള എണ്ണ അതിലേക്ക് അങ്ങ് ആയിക്കോളും. അടുത്ത് നമ്മൾ ചൂടാം. കൈയൊക്കെ പൊള്ളിക്കാതെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. കുറച്ചൊക്കെ പൊള്ളും, അത് സാരമില്ലെന്ന് വെക്കുക. കണ്ട, ഉടൻ തന്നെ തിരിച്ചിടുക. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കുന്നുണ്ട്, കുറച്ച് ലെന്ത് കൂടും, അതൊന്നും ആരും വിഷമിക്കേണ്ട. പഠിക്കുന്ന കുട്ടികൾക്ക് അത് ആവശ്യമാണ്. ചെറിയ ചെറിയ പോയിൻ്റുകളായിരിക്കും നമുക്കത് ആവശ്യമുള്ളത്, അത് അവരറിയത്തില്ല. അപ്പോൾ എൻ്റെ മോളൊരു 7ാം ക്ലാസ്സിലെന്തോ ആണെന്ന് തോന്നുന്നു, അവളൊരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ നോക്കി ആദ്യമായിട്ട് ചിക്കൻ കറി വെച്ചപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് 5 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി വേവിക്കാവുന്നത്. എവിടെയാണ് 5 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി റെഡിയാകുന്നത്? അപ്പോൾ അത് വെച്ചായിരിക്കും കുട്ടികൾ ഉണ്ടാക്കുന്നത് 5 മിനിറ്റ് കൊണ്ടല്ല. പക്ഷേ തീ കുറച്ച് കൊടുത്താണ് അവർ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കഥയില്ല. അപ്പോൾ തീ ഞാൻ എപ്പോഴും ഓരോന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ തീ ആദ്യം ഒന്ന് കൂട്ടിക്കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം വളരെ തീ കുറച്ചിടുന്ന അത് പെട്ടെന്നായിരിക്കും വേഗം. നമ്മൾ തീ കൂട്ടി കൊടുക്കുന്നതിനേക്കാൾ സ്പീഡിലായിരിക്കും വേകുന്നത്, ഭയങ്കര ടേസ്റ്റുമായിരിക്കും. പിന്നെ ഇത് എടുത്ത ഉടനെ പുറകെ ഇടരുത്. ഒരു 2 മിനിറ്റ് അതൊന്ന് എണ്ണ നന്നായിട്ട് വീണ്ടും ഒന്ന് ചൂടാകാനായിട്ട് നമ്മൾ അനുവദിക്കണം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കണം. ചൂട് കുറഞ്ഞപ്പോൾ ഇതാ കണ്ട ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 2 മിനിറ്റ് അല്ല 1 മിനിറ്റെങ്കിലും നമ്മൾ ആ എണ്ണ അടുത്തത് ചൂടാകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണയില്ല കേട്ടോ, ഇതിനകത്തൊന്നും അധികം എണ്ണ വന്നിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല മയം കേട്ടോ, എന്ത് സോഫ്റ്റാണെന്നറിയാം. ഇങ്ങനത്തെ ഒരു ബട്ടർ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും, അതിൽ വേണം നമ്മളിത് വെക്കാനേ കേട്ടോ. സൂക്ഷിച്ച് വെക്കുക, നമുക്കിതുപോലൊക്കെ ആവശ്യങ്ങൾ വരും. ഇനി അടുത്ത എന്തെന്നറിയാമോ, അടുത്തത് ക്ലീൻ ചെയ്ത് മാറ്റുക. ഇതാ ഇവിടെ പൂരി റെഡിയായി. ഇനി ഇതിനെല്ലാം ഞാൻ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങ് മാറ്റും. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും വറ്റിച്ച് ചെറിയ തീ കൊണ്ടുപോകും. അപ്പോൾ എന്താണ്, ഇതാണ് 3 സവാളയുടെ ഗ്രേവിയാണ്. നമുക്ക് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ.
ഞങ്ങൾ 2 പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. പക്ഷേ 3 ഇട്ടതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രം അപ്പോഴും തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി സ്പീഡപ്പും ആയിരിക്കും. അപ്പോൾ അടുക്കളയൊക്കെ നല്ല ക്ലീനും ആയിരിക്കും. പിന്നെ വെപ്രാളം തല്ലി ഒന്നും ഒരു ജോലി ചെയ്യരുത്. നിങ്ങൾ സമാധാനത്തോട് ജോലി ചെയ്ത് നോക്ക്. നമ്മുടെ ജോലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെപ്രാളം തല്ലിയിട്ട് എന്ത് കഥ. ഇനി അടുത്തത് എന്താണെന്നറിയാം, ചായ ചൂടാക്കണം, കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കണം, തിന്നണം. അങ്ങനെ ചായ ഞാനിപ്പോൾ പൂരി എടുക്കാൻ പോവാണേ. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ളതാണ് നോക്ക്. അല്ല നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിരിക്കും പൂരിക്ക്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് സെമി ഗ്രേവിയാണ്, മുട്ട റോസ്റ്റ്. ഈ പൂരി ഉണ്ടല്ലോ ഞാൻ അറിയാതെ ഒരുപാട് കഴിച്ചു പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾക്കെല്ലാം നമ്മുടെ ഇവിടുത്തെ പൂരി ഭയങ്കര ഇഷ്ടമാണ്. അവർ 6, 7 ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. കാരണം വെച്ചാൽ അത്ര സോഫ്റ്റാണിത്. ഇത് ഇന്നത്തേക്കല്ല നാളെ വരെ ഈ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ. അപ്പോൾ ഓക്കെ, ബൈ.